തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാട്ടുവാർത്ത വാർഡിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നിൽക്കുന്നത് ഡാലി വാർഡിലാണ്. ഡാലി വാർഡിലെ ജനപ്രതിനിധി സാബു എബ്രഹാം. സാബു എബ്രഹാം കഴിഞ്ഞ 5 വർഷക്കാലം ഡാലി വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് പ്രേക്ഷകരിലെത്തിക്കാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാബു എബ്രഹാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡാലി വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും CPMന്റെ കുളത്തൂപ്പുഴയിലെ ശക്തനായ നേതാവ് S ഗോപകുമാറിനെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വീണ്ടും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി ജനപ്രതിനിധിയായി തുടരുന്ന സാബു എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സാബു എബ്രഹാം KSU യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ്, RPL തൊഴിലാളി യൂണിയൻ നേതാവ് എന്നീ നിലകളിൽ പാർട്ടി സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം സാബു എബ്രഹാമിനെ വാർഡുകളിലൂടെ എന്ന നാട്ടുവാർത്തയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക്. നമസ്കാരം. നമസ്കാരം. നാട്ടുവാർത്തയുടെ വാർഡിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്? മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ ആഗ്രഹിച്ചത് അതാണ് ഇവിടെ സാധ്യമാക്കിയത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒറ്റ വരിയിൽ പറയാനുള്ളത്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഇവിടെ വരുമ്പോൾ ജനങ്ങൾ കുറേ അധികം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു. മെച്ചപ്പെട്ട ഒറ്റ റോഡ് പോലും ഈ വാർഡിൽ ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്നും ഈ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള എല്ലാ റോഡുകളും, എനിക്ക് തോന്നുന്നു 1-2 റോഡുകൾ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഒഴിവാക്കി നിർത്തിയാൽ ചെറിയ വീതിയുള്ള 1 മീറ്റർ വരെ വീതിയുള്ള റോഡുകളൊക്കെ വളരെ വൃത്തിയായി ഗതാഗത സജ്ജമാക്കി. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം ഈ വാർഡിലാണ്. കല്ലുവട്ടാംകുഴി 4 സെന്റ് 3/4 സെന്റ് കോളനി. അവിടെ 120-ലധികം വീടുകൾ അടുത്തടുത്തുണ്ട്. 3 സെന്റിൽ ആണ് വീട് തിങ്ങി ഇരിക്കുകയാണ്. അതിൻ്റെ നടുക്കൂടെ ഇടവഴികൾ ഉണ്ടായിരുന്നു. ആ ഇടവഴികളിലൂടെ ആളുകൾക്ക് നടക്കാൻ കഴിയില്ല, കാരണം ചെളി വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് ആ ഇടവഴികളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓടകൾ നിർമ്മിച്ച് മലിനജലം ഒഴുകിപ്പോകാനും അതിൻ്റെ മുകളിലൂടെ സ്ലാബുകൾ ഇട്ട് ആളുകൾക്ക് ഗതാഗതം സജ്ജമാക്കി കൊണ്ട് ഇന്ന് ആ കോളനിയിലാകെ എല്ലാ റോഡുകളും പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ റോഡുകളും. ആളുകൾ എന്താണ് ആവശ്യപ്പെട്ടത്? ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സ്വീകരിച്ച നിലപാട്. അതിൽ ഒട്ടുമൊക്ക ഭാഗങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുന്നേ ഈ കുറെ വിഷൻ കാണുമല്ലോ, ഇപ്പോൾ മെമ്പറായിട്ട് വരുമ്പോൾ കുറെ വിഷൻ ഉണ്ടല്ലോ. ആ വിഷൻ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചോ? ഏകദേശം. ഞാൻ സമ്പൂർണ്ണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നാൽ പോലും ഒരു 90% കാര്യങ്ങൾ ഭംഗിയായി, ആർക്കും ആക്ഷേപമില്ല. അതാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരു ആക്ഷേപം പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടാകാത്ത നിലയിൽ വളരെ സത്യസന്ധമായ ഒരു പ്രവർത്തനമാണ് ഈ വാർഡിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ആളുകളുടെ ധാരാളം പൊളിഞ്ഞ വീടുകൾ, ജീർണിച്ച വീടുകൾ ഈ വാർഡിലുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നല്ല മനോഹരമായ വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഇനിയും കുറേ പേര് എഗ്രിമെന്റ് വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-20 പേര് എഗ്രിമെന്റ് വെയിറ്റ് ചെയ്യുകയാണ് ലൈഫ് പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അതുകൂടെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ മിക്കവാറും എല്ലാ വീടുകളും വാസയോഗ്യമാകും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക, ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ഇടവഴികളിലൂടെയും പൈപ്പ് ലൈൻ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകമായി ഊന്നൽ നൽകി ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത, കഴിഞ്ഞ 30 വർഷമായി, അതായത് ഈ ഒരു സേവനമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. 30 വർഷമായി. അപ്പോൾ നമ്മളിപ്പോൾ വാർഡിൽ ഇപ്പോൾ ഡാലി വാർഡിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ തൊഴിലുറപ്പ് ആയാലും അല്ലെങ്കിൽ മറ്റാൾക്കാരെല്ലാം പറയുന്നത് സാബു എബ്രഹാം രാഷ്ട്രീയം നോക്കാതാണ് വികസനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പ്രേക്ഷകർ, കാര്യം ഏത് വാർഡിൽ കുളത്തൂപ്പുഴയിൽ നിന്നാലും ജയിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു ട്രിക്ക്? ഞാനതിനകത്ത് കാണുന്നത് ഈ വർഷങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിയുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇഴയെടുപ്പം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് വാർഡിൽ ഞാൻ മത്സരിക്കുമ്പോഴും ആ വാർഡിലുള്ള ജനങ്ങളെ പരമാവധി അവരുമായിട്ട് ഇടപഴകാൻ, അവരെ സ്നേഹിക്കാൻ, അവർ പറയുന്ന കേൾക്കാൻ. എല്ലാത്തിനും ഒന്നും പരിഹാരം കാണാൻ മനുഷ്യർ കഴിയില്ല.
പക്ഷെ അവർ പറയുന്ന ശ്രദ്ധാപൂർവം ഞാൻ കേൾക്കാറുണ്ട്. അതിന് കഴിയുന്ന നിലയിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും അവരത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നതിൻ്റെ ഒരു കാരണം അവരുമായിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമായി ഞാൻ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ്. ഡാലി വാർഡിൽ ഒരു LP സ്കൂളും 2 അംഗനവാടികളുമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇത് LP സ്കൂളിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്കൂളിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയതാക്കി. സ്മാർട്ട് ക്ലാസ് റൂം, LED സ്ക്രീൻ, ശീതീകരിച്ച ക്ലാസ് മുറി അടക്കമുള്ള നല്ല പാചകപ്പുര, ചുറ്റുമതിൽ എല്ലാ സൗകര്യങ്ങളും, നല്ല ബെഞ്ച്, ഡെസ്ക് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ഭൗതിക സാഹചര്യങ്ങളും, അതുപോലെ തന്നെ അക്കാദമിക് ആയ എല്ലാം മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള സ്കൂളാക്കി ഡാലി വെൽഫെയർ LPSനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ 2 അംഗനവാടികൾ ഏകദേശം 20-25 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരുന്നു. ഞാൻ മെമ്പറായതിനു ശേഷം ഈ 2 അംഗനവാടികളും എല്ലാവിധ മെയിൻ്റനൻസ് ഒക്കെ നടത്തി വളരെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തി നല്ല സ്മാർട്ടായ 2 അംഗനവാടികളും പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്കൂള് അംഗനവാടികളും നല്ല നിലയിലേക്ക് അതിൻ്റെ നിലവാരം ഉയർത്താൻ ഈ 5 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കോളനിയിലെ ഒരു പ്രധാന വികസന പ്രശ്നം ഈ വീടുകൾക്ക് നടുകിലൂടെയുള്ള ഈ ഇടവഴികളാണ്. ഈ ഇടവഴികളിലൂടെ ആളുകൾക്ക് നടക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മലിനജലം ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഓട നിർമ്മിച്ചിട്ട് അതിന് മുകളിലേക്ക് സ്ലാബ് ഇട്ടു. ഇതുകൊണ്ട് 2 ഗുണങ്ങളാണ്. മഴവെള്ളം അഴുക്കിയാലും ഓടയിൽ കൂടെ പുറത്തു പോവുകയും മുകളിൽ സ്ലാബിൻ്റെ മണ്ടയിൽ കൂടെ ആളുകൾക്ക് ചെറിയ ബൈക്ക് അടക്കമുള്ള വാഹനങ്ങളും ഒക്കെ പോകാനും സുഖമായി യാത്ര ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ കോളനിയിൽ ഉടനീളം ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെയുള്ള ആളുകൾക്ക് വളരെ ഗുണകരമാവുകയും ചെയ്യും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഡാലി വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു റോഡിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. മൈലമൂട് ജംഗ്ഷൻ ഫോറസ്റ്റ് ബൗണ്ടറി റോഡാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീതി കൂട്ടി 10 ലക്ഷം രൂപ ചിലവഴിച്ച് ഈ റോഡ് പുനരുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതടക്കം ഈ വാർഡിലെ 95% റോഡുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഈ വാർഡിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെയുള്ള ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലുള്ളതുമായിരുന്നു. ഞാൻ അന്ന് അവരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 5 വർഷം പൂർത്തിയാക്കി ഈ വാർഡിൽ നിന്നും മാറുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരൊറ്റ റോഡ് പോലും ഗതാഗത യോഗ്യമല്ലാത്തത് ഉണ്ടാവില്ല എന്ന് ഞാൻ അന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പ് ഞാൻ പാലിച്ചിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അത് അംഗീകരിക്കുകയാണ്. ഇത് റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വാർഡിൽ എന്തൊക്കെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ചെയ്യാം അതെല്ലാം തൃപ്തികരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള വലിയ സന്തോഷവും അതുപോലെ തന്നെ നിർവൃതിയും അക്കാര്യത്തിലുണ്ട്. ജനങ്ങളോട് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാർഡിലെ ജനങ്ങൾ എന്നോട് കാണിച്ച വലിയ താല്പര്യം, പിന്തുണ, സ്നേഹം, അത് രാഷ്ട്രീയത്തിന് അതീതമായി മതജാതി വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും ഞാൻ ഒരേപോലെ കാണുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ അതൊക്കെ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമം നടത്തി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 5 വർഷം പൂർത്തിയാക്കി ഈ വാർഡിൽ നിന്ന് മാറുമ്പോൾ ജനങ്ങളാകെ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് വലിയ സന്തോഷമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആരും ഒന്നിൻ്റെ പേരിൽ എന്നോട് ഇപ്പം പരിഭവപ്പെടുന്നില്ല. ഇവിടെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, ആളുകളുടെ വീടുകൾ, അതുപോലെ തന്നെ വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ ഒക്കെ നൽകുന്ന കാര്യത്തിൽ വലിയ നിലവാരത്തിൽ ആളുകളോട് ഇടപഴകാനും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തു. ഡാലി വാർഡിലെ മറ്റൊരു നിർമ്മാണ പ്രവൃത്തിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഇടവഴി മാത്രമാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 3.5 മീറ്റർ വീതിയിൽ പുതിയ റോഡ് നിർമ്മിച്ചു. 1ാം ഘട്ടമായിട്ട് ഇപ്പോൾ 2ഉം 3ഉം ഘട്ടങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ്. ഇപ്പോൾ 19 ലക്ഷം രൂപയ്ക്കാണ് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇത് പൂർണ്ണമായും ഗതാഗത സജ്ജമാക്കുന്നതോടുകൂടി മൈലമൂട് കുന്നുംപറ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ്. അവരുടെ വീടിന് മുമ്പിൽ വാഹനം എത്തിച്ചേരുന്ന വലിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വാർഡിലെ ഇതും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
അത് നിർഭാഗ്യമെന്ന് പറയട്ടെ, കാലാവസ്ഥ അല്പം പ്രതികൂലമായിരുന്നതുകൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ കഴിഞ്ഞ 5 വർഷം സാബു ഇബ്രഹാമായിരുന്നു ഈ വാർഡിലെ മെമ്പർ. അപ്പോ സാബു ഇബ്രഹാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാറിനെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമേ പറയാനുള്ളൂ. സാറ് വന്നിടത്തോളം ഇതാണ്ട് ഈ വഴികളെല്ലാം നല്ല സൂപ്പറാക്കി തന്ന് കാലത്തിന്റെ കാര്യത്തിനെല്ലാം സാറ് ഇറങ്ങി ഞങ്ങൾക്ക് അതിനെ എല്ലാം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അതുകൊണ്ട് സാറിനെ പറ്റി ഞങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല പറയാനെ കൊണ്ട്, നല്ല അഭിപ്രായമേ ഉള്ളൂ പറയാനെ കൊണ്ട്. സാർ പോകുന്നത് വിഷമമുണ്ടോ? വിഷമമുണ്ട് ഞങ്ങൾക്ക്. പോവല്ലേന്ന് ഇന്നാള് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു സാറ് ഇവിടുന്ന് പിരിഞ്ഞു പോവല്ലേന്ന്. ഞങ്ങൾക്ക് നല്ലൊരു സഹായിയാ സാറ്. എന്തോ ആണെങ്കിലും സാറിന്റെ അടുത്ത് ഓടിച്ചെന്ന് ഞങ്ങൾ പറയും. അത് കണക്ക് സാറ് അനുസരിക്കുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഡാലി വാർഡിലെ തൊഴിലുറപ്പ് സൈറ്റിലാണ് നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം സാബു ഇബ്രഹാം ഡാലി വാർഡിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് തൊഴിലുറപ്പ് ചേച്ചിമാരോട് ചോദിക്കാം. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. നമ്മൾ സാബു ഇബ്രഹാം കഴിഞ്ഞ 5 വർഷക്കാലമായി ഡാലി വാർഡിലെ ജനപ്രതിനിധിയാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഒരു ജനപ്രതിനിധി നിന്ന് പാർട്ടി വേറെ ആണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. പക്ഷേ ഈ വാർഡിൽ സാബു സാറ് നിന്നത് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ തൊഴിലുറപ്പ് സൈറ്റിലായാലും അത് കണക്ക് 4 സെന്റ് 30 സെന്റ് കോളനി ഉണ്ടായിരുന്നു. എല്ലാം ഒരു ഊട് വഴി വരെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. തൊഴിലുറപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. കുടുംബശ്രീയിലായാലും എല്ലാ കാര്യങ്ങളും നമ്മളോട് നിന്നിട്ടുണ്ട്. നല്ല അഭിപ്രായം. പാർട്ടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പാർട്ടിയെ നോക്കുന്നില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്നാലും പാർട്ടിയുടെ ഈ വാർഡ് വികസനത്തിൽ സാബു സാറ് മുന്നിട്ട് തന്നെ നിന്നിട്ടുണ്ട്. എല്ലാം നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടന്നു. സാബു ഇബ്രഹാം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ വാർഡിലെ മെമ്പറായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം സന്തോഷമാണോ? സന്തോഷം. അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോ പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ എഴുതുന്ന ആളാന്ന് പറഞ്ഞു. എന്തായാലും മെമ്പർ ഇവിടുന്ന് പോവല്ലേ, ഒരു പാട്ട്, ഒരു 2 വരി പാട്ട് നമുക്ക് നാട്ടുവാർത്ത പ്രേക്ഷകർക്ക് ഒരു പാട്ടും കൂടെ പാടിയേ. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്നു രക്ഷക നിന്റെ നാമം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരുരുൾ മാറ്റി. ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരുരുൾ മാറ്റി. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചതും വികസന പ്രവർത്തനങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചതും സാബു ഇബ്രഹാമാണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത വാർഡിലേക്ക് പോകാം. ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ്, നാട്ടുവാർത്ത, കുളത്തുപുഴ.